റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ വേണുഗോപാൽ, പുന്നപ്ര അപ്പച്ചൻ, കൈരളി ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ, എം പാർവതി, ജോൺ തോമസ് എന്നിവർക്കാണ് അവാർഡുകൾ നൽകിയത്. റോട്ടേറിയൻ ജോൺ കുര്യൻ അധ്യക്ഷത വഹിച്ചു. റോട്ടേറിയൻ കെ ചെറിയാൻ സ്വാഗതവും പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ടി എസ് സുജിത് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ജയിൽ DIG എം കെ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റോട്ടേറിയൻ ജോസ് അറത്തുംപള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീം അംഗം അനഘ, റോട്ടേറിയൻ ആന്റണി മലയിൽ, റോട്ടേറിയൻ ജോൺ മാത്യു എന്നിവർ സംസാരിച്ചു. അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ വർഷങ്ങളോളം സൂക്ഷിക്കേണ്ട ജോലി ഞങ്ങളാണ്. മരിക്കരുതും നാച്ചുറലായിട്ട് ഡെത്തുണ്ടാകണം, അല്ലാതെ ഡെത്തുണ്ടാകാൻ പാടില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. കോടതി പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം എല്ലാ നിയമവ്യവസ്ഥയുടെ ഭാഗങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഈ കാലഘട്ടത്തിൽ ഇതിനിപ്പോൾ 28 വർഷമായി സംസ്ഥാനത്തുള്ള 4 സെൻട്രൽ ജയിലുണ്ട്. 3 സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടായിട്ടുണ്ട്, ഓപ്പൺ ജയിലുണ്ട്, 2 സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കന്മാരും കണ്ണൂരാണെങ്കിൽ തന്നെ കണ്ണൂരിലെ മിക്ക നേതാക്കന്മാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. BJP-യും CPM-ആയും കോൺഗ്രസ്സായും. പിന്നെ തിരുവനന്തപുരം പൂജപ്പുര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരു വലിയൊരു ജയിലാണ്, രാജാവിൻ്റെ കാലത്തുള്ള ജയിലാണ്. അവിടെ 1000-1200 പേരുണ്ടാകും. ഈ 1200 പേര് 1200 വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. ഇവരെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്ന നിസ്സാരമായ ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ സ്റ്റാഫായിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യണം. ബിസിനസ് മാത്രമല്ല, നമ്മുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യണം. മീഡിയ, പിന്നെ അഡ്വക്കേറ്റ്സ്, പബ്ലിക്, ഇങ്ങനെ എല്ലാവരും മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. മീഡിയക്കാരെ പണക്കാൻ പാടില്ല, അഡ്വക്കേറ്റുമാരെ പണക്കാൻ പാടില്ല, പബ്ലിക്കിനെ പടക്കാൻ പാടില്ല, ഗവൺമെന്റിനെ പടക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്.